അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എമ്പുരാൻ റിലീസായിരിക്കുകയാണ്. സത്യം പറയാലോ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ ഓൺലൈനിൽ കയറിയപ്പോഴത്തേക്ക് ചിലർ ഈ പർപ്പസ്ഫുള്ളി ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് പടത്തിനെ. ഓഫ് കോഴ്സ് സിനിമ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരിക്കുക അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഓൺലൈനിൽ വന്നിരുന്നിട്ട് ഫുൾ നെഗറ്റീവ് ഭയങ്കരമായിട്ട് ഡിഗ്രേഡിങ്. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗംഭീര സിനിമയാണ്, മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സിനിമയാണ്, ലൂസിഫറിന്റെ അപ്പനായിട്ട് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു നല്ല കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. മീൻസ് നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാക്കുന്ന രീതിക്കുള്ള സീനുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നൈസ് കൊമേഴ്ഷ്യൽ പടം. അതിൽ മെയിനായിട്ട് പറയേണ്ടത് നമ്മുടെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ആയാലും ആക്ടിങ് എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. പുള്ളിക്കാരൻ വീണ്ടും തെളിയിക്കാൻ പുള്ളിക്കാരൻ ഇതുപോലുള്ള വലിയ പടങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ളത് അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് ഈ എമ്പുരാൻ. പിന്നെ ലാലേട്ടൻ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. മീൻസ് പുള്ളി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്നൊരു ഓറയുണ്ട്. അത് ഈ പടത്തിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. ലൂസിഫറിൽ സ്റ്റീഫന്റെ കഥയാണെന്നുണ്ടെങ്കിൽ എംബ്രാനിലേക്ക് വരുമ്പോഴത്തേക്ക് എബ്രാം ഖുറേഷിയും പുള്ളിക്കാരന്റെ ആ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ മുരളി ഗോപിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ അത്ര ഭയങ്കര സംഭവം സ്ക്രിപ്റ്റ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ഒരു ഡീസെന്റ് സാധനം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനും പൃഥ്വിരാജും ഈ രണ്ട് പേരും കൂടി ഈ രണ്ട് ഷോൾഡറിൽ ഇങ്ങനെ കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയൊരു പടം, അതാണ് എമ്പുരാൻ. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. കാരണം നാളെ ഇത് OTT വന്നു കഴിയുമ്പോഴത്തേക്ക് ചില രീതിയിൽ ഓരോ സംഭവങ്ങളൊക്കെ എടുത്തിട്ടിട്ട് തിയറി പോലെ അടിച്ചിറങ്ങും. എന്നിട്ട് പറയും അയ്യോ അന്ന് തിയേറ്റർ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നൊക്കെ പറയും. അതുകൊണ്ട് കൊടുക്കുന്ന പൈസ മുതലാക്കുന്ന രീതിക്ക് ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ വലിയ ഹൈപ്പും പരിപാടിയൊന്നും ഇല്ലാണ്ട് നേരെ തിയേറ്ററിലോട്ട് കിട്ടും.